ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം കുറിച്ച് പിക്സൽ സ്പേസ് രാജ്യത്തു നിന്നുള്ള ആദ്യ സ്വകാര്യ ഉപഗ്രഹ ശൃംഖല കഴിഞ്ഞ ദിവസം ബഹിരാകാശത്തെത്തി. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സ് ആണ് ഫയർഫ്ലൈ എന്ന് പേരിട്ടിരിക്കുന്ന ശൃംഖലയിലെ 3 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റിൽ വിന്യസിച്ചത്. ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും നൂതനമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഫയർഫ്ലൈ എന്നാണ് പിക്സൽ സ്പേസ് വിശേഷിപ്പിക്കുന്നത്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ കരുത്തുറ്റ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്ന ഇന്ത്യൻ ഉപഗ്രഹങ്ങളടക്കമുള്ള 131 പേലോഡുകളുമായാണ്. ട്രാൻസ്പോർട്ട് 12 എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര്. ഇവയിൽ 3 സാറ്റലൈറ്റുകൾ നിർമ്മിച്ചത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ പിക്സൽ സ്പേസ് ആണ്. ഫയർഫ്ലൈ എന്നാണ് ഈ അത്യാധുനിക ഇന്ത്യൻ നിർമ്മിത ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ പേര്. ഹൈ റെസൊല്യൂഷൻ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വലിയ മുന്നേറ്റമായാണ് 3 ഉപഗ്രഹങ്ങളെയും കണക്കാക്കുന്നത്. മാത്രമല്ല, ബഹിരാകാശ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും സാന്നിധ്യം അറിയിക്കുന്നതിന്റെ സൂചന കൂടിയാണിത്. ഭൂമിയിലുള്ള മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പഠിക്കുവാൻ സഹായിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സ്വകാര്യ ഉപഗ്രഹ ശൃംഖലയായ ഫയർഫ്ലെക്സിലെ 3 ഉപഗ്രഹങ്ങൾ. ഭൗമ നിരീക്ഷണ രംഗത്ത് പുത്തൻ യുഗത്തിന്റെ തുടക്കമെന്ന വിക്ഷേപണത്തെ പിക്സൽ സ്പേസ് സിഇഒ അവൈസ് അഹമ്മദ് വിശേഷിപ്പിച്ചു. ഞങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. 3 ഉപഗ്രഹങ്ങളും ഒന്നിച്ചാണ് കുതിച്ചത്. വിസ്മയകരമായ പിക്സൽ ടീം ആദ്യമായി നിർമ്മിച്ച സാറ്റലൈറ്റുകളാണിവ. ഇവരിൽ ഭൂരിഭാഗവും ആദ്യമായാണ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതെന്നും അവൈസ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. ട്രാൻസ്പോർട്ട് 12 ദൗത്യത്തിൽ സ്പേസ് എക്സ് വിവിധ ക്യൂബ് സാറ്റുകളും മൈക്രോസാറ്റുകളും ഓർബിറ്റൽ ട്രാൻസ്ഫർ വെഹിക്കിളുകളും വിക്ഷേപിച്ചു. പേലോഡുകൾ വിജയകരമായി വിക്ഷേപിച്ച ശേഷം ഫാൽക്കൺ 9ന്റെ പുനരുപയോഗിക്കുവാൻ കഴിയുന്ന ബൂസ്റ്റർ ഭാഗം വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ സുരക്ഷിതമായി തിരികെ ലാൻഡ് ചെയ്തു.